ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ, കോട്ടയം. കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ലോക്സഭയിലെ വനിതാ സംവരണ ബില്ല് ദുരുദ്ദേശത്തോടെയെന്ന് മന്ത്രി VN വാസവൻ. ദക്ഷിണ മേഖലയെ അവഗണനയിലേക്ക് തള്ളിവിടും. വേനൽ ചൂട് കനക്കുന്നു. പഴം വിപണി സജീവം. വില ഉയർന്നെങ്കിലും കച്ചവടം പൊടിപിടിക്കുന്നു. കോട്ടയത്ത് ആവേശം നിറഞ്ഞ് അംബേദ്കർ ജയന്തി ആഘോഷം. BR അംബേദ്കർ സ്വപ്നം കണ്ട ഇന്ത്യ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. അവധിക്കാലത്ത് ആനവണ്ടിക്കൊപ്പം ഉല്ലാസയാത്ര പോകാം. അവധിക്കാല ട്രിപ്പ് നടത്തുന്നത് KSRTC ബഡ്ജറ്റ് ടൂറിസം സെൽ. 50 പേരടങ്ങുന്ന സംഘത്തിന് ബുക്ക് ചെയ്യാം. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വനിതാ സംവരണം രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിന് എതിരാണെന്ന് മന്ത്രി VN വാസവൻ. ആവശ്യമായ ആലോചനകളോ ചർച്ചകളോ മുന്നൊരുക്കങ്ങളോ നടത്താതെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഈ നടപടി ദുരുദ്ദേശത്തോടെയുള്ളതാണെന്നും മന്ത്രി ആക്ഷേപം ഉന്നയിച്ചു. ദക്ഷിണ മേഖലയെ അവഗണനയിലേക്ക് തള്ളിവിടുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കമെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. ഇന്ത്യൻ പാർലമെന്റിൽ വളരെ ധൃതി പിടിച്ച് അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ല് ദുരുദ്ദേശത്തോടു കൂടിയാണ്. പ്രധാനമായും ഇതിൻ്റെ പിന്നിൽ മണ്ഡല പുനർനിർണയവും അതോടൊപ്പം തന്നെ ഉത്തരപൂർവ്വ മേഖലകളെ വിവരവും വിശാലമായ രൂപത്തിൽ സ്വാധീനിച്ചുകൊണ്ട് ദക്ഷിണ മേഖലയെ ഒരുപക്ഷെ ഏറ്റവും അവഗണനയിലേക്ക് വിടാൻ കഴിയുന്ന സ്ഥിതിവിശേഷം ഇതിൻ്റെ ഭാഗമായി സംജാതമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഫെഡറൽ സംവിധാനത്തിനെതിരാണ് ഇന്നത്തെ ഈ നീക്കം. ഇത്തരം കാര്യങ്ങൾ നിശ്ചയമായും രാജ്യത്തിലെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുമൊക്കെയായി കാലം കൂട്ടി ചർച്ച ചെയ്ത് ജനാധിപത്യത്തിൻ്റെ സംരക്ഷകരായിട്ടുള്ള രാജ്യത്തെ പൗരപ്രമുഖരുമൊക്കെ ചർച്ച ചെയ്ത് വിപുലമായ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഈ വിഷയത്തിലുള്ളത് സംബന്ധിച്ച് പഠനം നടത്തി മാത്രമേ ഇത്തരമൊരു ബില്ലിലേക്ക് കടക്കാമായിരുന്നു. വേനൽ ചൂട് കനത്തതോടെ പഴം വിപണിയും സജീവമായി. ആവശ്യക്കാരേറിയതോടെ കച്ചവടം പൊടിപിടിക്കുന്നു. ജില്ലയിൽ വേനൽ ചൂട് കനത്തതോടെ പഴം വിപണി സജീവം. ആവശ്യക്കാരുടെ എണ്ണം കൂടിയതോടെ കച്ചവടം പൊടിപിടിക്കുന്നു. തണ്ണിമത്തൻ, മാമ്പഴം, കൈതച്ചക്ക, നാരങ്ങ തുടങ്ങിയ ഇനങ്ങൾ വലിയ തോതിൽ വിറ്റുപോകുന്നു. ഡിമാൻഡ് കൂടിയതോടെ പഴങ്ങളുടെ വിലയും ഉയർന്നു. ബംഗളൂരു, ആന്ധ്ര, തമിഴ്നാട് തുടങ്ങിയിടങ്ങളിൽ നിന്നാണ് കൂടുതലായും പഴങ്ങൾ എത്തുന്നത്. ദാഹം ശമിപ്പിക്കുന്നതിനും ഉന്മേഷം ലഭിക്കുന്നതിനുമായി തണ്ണിമത്തൻ, പൈനാപ്പിൾ, ഓറഞ്ച്, മുന്തിരി, മാമ്പഴം എന്നിവയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ്. എങ്കിലും ഏറെ പ്രിയം തണ്ണിമത്തനോടാണ്. മാമ്പഴക്കാലമായതിനാൽ നാടൻ മാമ്പഴങ്ങൾ വിപണിയിൽ ധാരാളമായി ലഭിക്കുന്നുണ്ട്. പ്രാദേശിക വിപണികളിലും നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലും പഴവിൽപ്പന തകൃതിയാണ്. റോഡരികിലെ താൽക്കാലിക ഷെഡുകളിലും വിൽപ്പനക്കാർ സജീവമാണ്. ഇതോടൊപ്പം ജ്യൂസ് കടകളിലും നല്ല വിൽപ്പന നടക്കുന്നു. ഇവിടുത്തെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ ചൂടാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഇതായിട്ട് കൂടിക്കൂടി വരുന്നതാണ് ചൂട്. 30 വർഷം മുമ്പത്തെ അന്ന് ചൂടില്ലായിരുന്നു. ഇപ്പൊ കാലാവസ്ഥ അനുസരിച്ച് ക്ലൈമറ്റ് വ്യത്യാസം വരുന്നതനുസരിച്ച് ഉള്ള ഇത് ഭയങ്കര ചൂടാണ്. ആവശ്യക്കാർ കൂടിയതോടെ പഴങ്ങളുടെ വിലയും ഉയർന്നു. തണ്ണിമത്തന് കിലോയ്ക്ക് 30 രൂപ നൽകണം. മാമ്പഴത്തിന് 100 മുതൽ 120 രൂപ വരെയും മുന്തിരിക്ക് 120 മുതൽ 260 രൂപ വരെയും ഈടാക്കുന്നുണ്ട്. ഓറഞ്ചിന് കിലോയ്ക്ക് 160 രൂപയാണ് വില. കൈതച്ചക്കയ്ക്ക് 80 രൂപ. ആപ്പിളിന് 280 രൂപ മുതലാണ് വില തുടങ്ങുന്നത്. ഇതോടൊപ്പം കരിക്കിനും ആവശ്യക്കാരുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചേരമ സംഭവ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അംബേദ്കർ ജയന്തി ആഘോഷം കോട്ടയത്തിന് വേറിട്ട അനുഭവമായി. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി നടന്ന ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. ചേരമ സംഭവ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് അംബേദ്കർ ജയന്തി വിപുലമായി ആഘോഷിച്ചു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി ടൗൺ ചുറ്റി നടന്ന ജന്മദിന ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന ജന്മദിന സമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ BR അംബേദ്കർ സ്വപ്നം കണ്ട ഇന്ത്യ ഇന്ന് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. ഇന്ത്യ ഇന്ന് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അംബേദ്കർ നിർമ്മിച്ച ഭരണഘടന ഇന്ന് വെറും പുസ്തകത്തിൽ ഒതുങ്ങുന്ന ഒരു രേഖയായി മാറ്റുവാനുള്ള പല ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഭരണഘടനയുടെ പല പല ഭാഗങ്ങളും അനുച്ഛേദങ്ങൾ അത്
ഭേദഗതി വരുത്തി ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് തന്നെ കോട്ടം വരുത്തുന്ന രീതിയിലാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നാം ഗൗരവമായി കാണേണ്ടതുണ്ട്. CSDS സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ് അധ്യക്ഷനായി. CSDS സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ അംബേദ്കർ പുരസ്കാരം റാപ്പർ വേടന് സമ്മാനിച്ചു. രാജ്യം ഇന്നും ജാതീയതയുടെയും വർണ്ണവിവേചനത്തിന്റെയും ചങ്ങലകൾക്കുള്ളിലാണെന്നും ഇതിൽ നിന്നും രക്ഷ നേടാൻ ഡോക്ടർ BR അംബേദ്കറുടെ പ്രത്യയശാസ്ത്രത്തെ ചേർത്തു പിടിക്കണമെന്നും റാപ്പർ വേടൻ പറഞ്ഞു. ഓർമ്മപ്പെടുന്ന രീതിയിലാണ് നമ്മൾ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ സമൂഹത്തിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു കാര്യം ബാബാ സാഹേബ് അംബേദ്കറുടെ ഐഡിയോളജിയെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് മാത്രമാണ്. CSDS ജനറൽ സെക്രട്ടറി സുനിൽ K. തങ്കപ്പൻ, പ്രവീൺ V. ജെയിംസ്, ഫ്രാൻസിസ് ജോർജ് MP, MLA-മാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ചാണ്ടി ഉമ്മൻ, നഗരസഭാധ്യക്ഷൻ MP സന്തോഷ് കുമാർ, ഡോക്ടർ സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഈ വേനൽ അവധിക്കാലത്ത് ആനവണ്ടിക്കൊപ്പം ഉല്ലാസയാത്ര പോകാൻ അവസരം. KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലാണ് അവധിക്കാല ട്രിപ്പ് ഒരുക്കിയിരിക്കുന്നത്. മധ്യവേനൽ അവധിക്കാലത്ത് ഉല്ലാസയാത്ര പോകാൻ KSRTCയും KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം സെല്ലാണ് അവധിക്കാല ട്രിപ്പ് ഒരുക്കിയിരിക്കുന്നത്. വിനോദ തീർത്ഥാടന യാത്രകളാണ് KSRTC ബഡ്ജറ്റ് ടൂറിസം സെൽ ഒരുക്കിയിട്ടുള്ളത്. വയനാട്, കോഴിക്കോട്, കടലുണ്ടി, ഗവി, മലക്കപ്പാറ, ചതുരംഗപ്പാറ, മാമലക്കണ്ടം, മറയൂർ, മൂന്നാർ, വട്ടവട, തിരുവനന്തപുരം, കോവളം, രാമക്കൽമേട്, തെന്മല, പാലരുവി, പൊന്മുടി, C അഷ്ടമുടി, കുമരകം കായൽ യാത്രകൾ, അറബിക്കടൽ കപ്പൽ യാത്ര തുടങ്ങിയ ഉല്ലാസയാത്രകൾ KSRTC ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ ആറ്റുകാൽ, ആഴിമല, ചെങ്കൽ, പറശ്ശിനിക്കടവ്, കൊട്ടിയൂർ, തിരുനെല്ലി, മൂകാംബിക തീർത്ഥാടന യാത്രകളും നടത്തുന്നുണ്ട്. മെയ് മാസത്തിൽ രാമേശ്വരം, പളനി, ഊട്ടി, കൊടൈക്കനാൽ യാത്രകളും KSRTC ബജറ്റ് ടൂറിസം സെൽ അവസരമൊരുക്കിയിട്ടുണ്ട്. പൊതു അവധി ദിവസങ്ങളിലും ഞായറാഴ്ചയുമാണ് ഉല്ലാസയാത്രകൾ കൂടുതലും. KSRTC ഉല്ലാസയാത്രയ്ക്ക് നല്ല ഡിമാൻഡാണെന്ന് DTC കോർഡിനേറ്റർ മുഹമ്മദ് റിയാസ് പറഞ്ഞു. അവധിക്കാലത്തിന് മിക്ക പബ്ലിക് ഹോളിഡേയ്സിലും ഞായറാഴ്ചകളിലും കൂടാതെ ഇട ദിവസങ്ങളിലും ഇപ്പോൾ തീർത്ഥയാത്രകളും വിനോദയാത്രകളും സംഘടിപ്പിക്കുന്നുണ്ട്. ശേഷം പൊതുവെ ഗുരുവായൂർ അടക്കമുള്ള പുതിയ ട്രിപ്പുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നല്ല ഡിമാൻഡുണ്ട് ട്രിപ്പുകൾക്കെല്ലാം. ചെലവ് കുറച്ചാണ് ബഡ്ജറ്റ് ടൂറിസം പാക്കേജുകൾ. 50 പേരടങ്ങുന്ന ഗ്രൂപ്പുകൾക്ക് ഉല്ലാസയാത്രയ്ക്ക് ബുക്ക് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾ 94 47 22 32 12 എന്ന ഫോൺ നമ്പറിൽ ലഭിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. UDF ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ ചെറുകര സണ്ണി ലൂക്കോസ്. ഇടതുപക്ഷത്ത് ഒരു വ്യക്തിയിലേക്ക് എല്ലാ കാര്യങ്ങളും കേന്ദ്രീകരിച്ചത് ഗുണത്തേക്കാൾ ഏറെ ദോഷമേ ഉണ്ടാക്കുകയുള്ളൂവെന്നും ചെറുകര സണ്ണി ലൂക്കോസ് പറഞ്ഞു. ഒരു ദീർഘകാലമായി മാധ്യമരംഗത്ത് സംസ്ഥാന രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ ഒരു വിലയിരുത്തൽ, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ജനങ്ങളുടെ ഒരു പൾസ് വെച്ചിട്ട് UDF സാമാന്യ ഭേദപ്പെട്ട ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഭരണവിരുദ്ധ വികാരം എന്ന് നമ്മൾ പറയുന്ന ആ ഭരണവിരുദ്ധ വികാരം ഒരു കാരണം കൊണ്ട് മാത്രമല്ല, അതിന് പല അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. പക്ഷെ ഭരണവിരുദ്ധ വികാരം ഒരു യാഥാർത്ഥ്യമായിരുന്നു. അത് ഭരണവിരുദ്ധ വികാരം മുഖ്യമന്ത്രിക്കെതിരായി ഒരു വികാരം, അങ്ങനെ മുഖ്യമന്ത്രിക്കെതിരായി ഒരു വികാരം എന്ന് എടുത്തു പറയാൻ കാര്യം, മുഖ്യമന്ത്രി 3-ാം തവണയും CPM-ന്റെ നേതാവെന്ന നിലയിൽ മുഖ്യമന്ത്രിയെ എടുത്തു കാണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം ഉയർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലും LDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ദേശീയപാതകളിലും സംസ്ഥാന പാതകളുടെയും സൈഡുകളിൽ വലിയ ഹോർഡിങ്ങുകളിൽ അദ്ദേഹത്തിൻ്റെ മാത്രം മുഖം ചിത്രം വെച്ചുകൊണ്ടുള്ള പ്രചരണം ഒക്കെ നടക്കുകയുണ്ടായി. അതൊക്കെ എത്രമാത്രം പോസിറ്റീവായി നെഗറ്റീവായി എന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ ഒരു റീഡിങ് അതൊക്കെ വലിയ ദോഷം ചെയ്തിട്ടുണ്ട് LDF-ന് എന്ന നിലയിലാണ്. അക്ഷയ തൃതീയയിൽ പ്രതീക്ഷയോടെ സ്വർണ്ണാഭരണ വിപണി. വരുന്ന ഞായറാഴ്ചയാണ് അക്ഷയ തൃതീയ. വില ഉയർന്നാലും മെച്ചപ്പെട്ട കച്ചവടം പ്രതീക്ഷിക്കുകയാണ് സ്വർണ്ണ വ്യാപാരികൾ.
അക്ഷയ തൃതീയയിൽ പ്രതീക്ഷയോടെ സ്വർണ്ണാഭരണ വിപണി. ഈ മാസം 19-നാണ് അക്ഷയ തൃതീയ. അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങുന്നതും വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ അക്ഷയ തൃതീയ ദിവസം സ്വർണം വാങ്ങുന്നതിനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇത്തവണ സ്വർണ്ണവില ലക്ഷം കടന്ന സാഹചര്യത്തിൽ സ്വർണം വാങ്ങുക എന്നത് എല്ലാവരെയും കൊണ്ട് സാധിക്കുന്ന കാര്യമല്ലാതായി. അഡ്വാൻസ് ബുക്കിംഗിൽ പ്രതീക്ഷ വെച്ചിരിക്കുകയാണ് വ്യാപാരികൾ. ഇന്ന് ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 14,260 രൂപയായി. പവന് 1,14,080 രൂപയും. കഴിഞ്ഞ വർഷം 71,840 രൂപയായിരുന്നു പവന്. വലിയ വിൽപ്പന ഇത്തവണ പ്രതീക്ഷിക്കുന്നില്ലെന്ന് വ്യാപാരികളും പറയുന്നു. ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. പാലായിലെ സിന്തറ്റിക് സ്റ്റേഡിയത്തിന്റെ പുനർനിർമ്മാണം വൈകുന്നു. ഇവിടെയുള്ള സാധന സാമഗ്രികൾ മഴയും വെയിലുമേറ്റ് നശിക്കുകയാണ്. പാല മുനിസിപ്പൽ സിന്തറ്റിക് സ്റ്റേഡിയത്തിന്റെ പുനർനിർമ്മാണം വൈകുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിലവിലുണ്ടായിരുന്ന സിന്തറ്റിക് പ്രതലം പൊളിച്ചുമാറ്റി അവിടം ടാർ ചെയ്തിരുന്നു. ഇതിനായി 10 ദിവസം വേണ്ടിവന്നു. പിന്നീട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല. കഴിഞ്ഞ 5 മാസമായി കായിക താരങ്ങളുടെ പരിശീലനം മുടങ്ങിക്കിടക്കുകയാണ്. പണിക്കാവശ്യമായ പശയും സിന്തറ്റിക് റബ്ബറും മറ്റ് സാധന സാമഗ്രികളും സമീപത്തുള്ള ബാസ്കറ്റ്ബോൾ കോർട്ടിൽ മഴയും വെയിലുമേറ്റ് കിടക്കുകയാണ്. സിന്തറ്റിക് റബ്ബറുകൾ ചാക്കിലാക്കിയാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. പശയൊട്ടിച്ച് സിന്തറ്റിക് റബ്ബറുകൾ പാകുകയാണ് ചെയ്യുന്നത്. നനഞ്ഞു കിടക്കുന്ന സിന്തറ്റിക് റബ്ബറുകളിൽ പശ പിടിക്കാനുള്ള സാധ്യത കുറവാണെന്ന് കായിക പ്രേമികൾ പറയുന്നു. വളരെയധികം മുതൽ മുടക്കുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ ലാഘവത്തോടെയാണ് ചെയ്യുന്നതെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. വേനൽക്കാലം കഴിയാറായതും ആശങ്ക വർദ്ധിപ്പിച്ചു. മഴയുള്ള സമയത്ത് ട്രാക്കിന്റെ പണികൾ ചെയ്താൽ സിന്തറ്റിക് പെട്ടെന്ന് ഇളകി പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. 1 മാസം കൊണ്ട് പൂർത്തിയാക്കുവാൻ സാധിക്കുന്ന പണികളാണ് നീണ്ടുപോകുന്നത്. ഇതിൽ കായിക താരങ്ങൾക്കും കായിക പ്രേമികൾക്കും വാക്കേഴ്സ് ക്ലബ്, ഫുട്ബോൾ ക്ലബ് അംഗങ്ങൾക്കും പ്രതിഷേധമുണ്ട്. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ലോക്സഭയിലെ വനിതാ സംവരണ ബില്ല് ദുരുദ്ദേശത്തോടെയെന്ന് മന്ത്രി VN വാസവൻ. ദക്ഷിണ മേഖലയെ അവഗണനയിലേക്ക് തള്ളിവിടും. വേനൽ ചൂട് കനക്കുന്നു. പഴം വിപണി സജീവം. വില ഉയർന്നെങ്കിലും കച്ചവടം പൊടിപിടിക്കുന്നു. കോട്ടയത്ത് ആവേശം നിറഞ്ഞ് അംബേദ്കർ ജയന്തി ആഘോഷം. BR അംബേദ്കർ സ്വപ്നം കണ്ട ഇന്ത്യ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. അവധിക്കാലത്ത് ആനവണ്ടിക്കൊപ്പം ഉല്ലാസയാത്ര പോകാം. അവധിക്കാല ട്രിപ്പ് നടത്തുന്നത് KSRTC ബഡ്ജറ്റ് ടൂറിസം സെൽ. 50 പേരടങ്ങുന്ന സംഘത്തിന് ബുക്ക് ചെയ്യാം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.